വയനാട് കാട്ടാനാക്രമണത്തിൽ പ്രതികരണവുമായി എൻ.ഡി.എ സ്ഥാനാർത്ഥിയും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിനാകുന്നില്ല. വനം വകുപ്പ് കുത്തഴിഞ്ഞു കിടക്കുന്നു. കേന്ദ്ര സർക്കാർ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടും വനം വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ ജനൻ ടിവിയോട് പ്രതികരിച്ചു. കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. തുടർച്ചയായി ഈ മേഖലയിൽ കാട്ടാനകളുടെയും വന്യജീവികളുടെയും ആക്രമണം തുടരുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് ഇത് കാണിക്കുന്നത്. ഇവിടെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഇന്നേ വരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളുമില്ല. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാനുള്ള സംവിധാനങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തില്ല. പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥന്മാരില്ല. വനം വകുപ്പ് ആകെ കുത്തഴിഞ്ഞു കിടക്കുകയാണ്. വനം വകുപ്പിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതായിരിക്കുന്നു. വനം മന്ത്രിക്കും കാര്യങ്ങളൊന്നും അറിയുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ഒരു ഏകോപനമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കേന്ദ്ര സർക്കാർ ആവശ്യമായിട്ടുള്ള പണം, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണവും യന്ത്രസാമഗ്രികളും സാങ്കേതിക വിദ്യയും ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്ജി വയനാട്ടിൽ വന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേപ്പർ അടക്കം അദ്ദേഹം കാണിച്ചു തന്നു. അപ്പോൾ ഇതൊന്നും ഇവിടെ യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. വന്യജീവികളെയെല്ലാം വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്ലാത്ത മാർഗത്തിലൂടെ ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ സൗകര്യങ്ങളുണ്ട്. അതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത്. മറ്റു പല സംസ്ഥാനങ്ങളിലും പരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയും സർക്കാർ തേടുന്നില്ല. വളരെ കുറ്റകരമായിട്ടുള്ള ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്.